ആഘോഷങ്ങളാണ് ക്രിസ്മസ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഉണ്ണിയേശു ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മ ദിനം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ യേശുവിനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെ. ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജനനവും ജീവിതവും എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന് ദൈവം നൽകിയ അനുഗ്രഹീത സമ്മാനങ്ങളാണ് നാം ഓരോരുത്തരുമെന്ന് തിരിച്ചറിയണം. ഓരോ ക്രിസ്മസ് ദിനവും ഓർമ്മകളുടെ അയവിറക്കലാണ്. ദാരിദ്ര്യത്തിൻ്റെ, ഉപേക്ഷയുടെ, സാഹോദര്യത്തിൻ്റെ ഓർമ്മകൾ. ഇത്തരുണത്തിൽ 3 ചിന്തകൾ നമുക്ക് വിലയിരുത്താം. ക്രിസ്മസ്, ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. ക്രിസ്മസ് എന്ന ആഘോഷം പൂർണ്ണമാകണമെങ്കിൽ അവിടെ ബന്ധങ്ങളുടെ പൂർണ്ണതയുണ്ടായിരിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ വേറെ ആർക്ക് ഇത് ഏറ്റെടുക്കാനാകും? രണ്ടാമതായി, ക്രിസ്മസ് ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഡെഡിക്കേഷൻ. ക്രിസ്മസ് സമർപ്പണത്തിൻ്റെ ആഘോഷമാണ്. പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട 3 വ്യക്തിത്വങ്ങളാണ് തിരുക്കുടുംബം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് മുൻപിൽ സ്വയം സമർപ്പിതരായവർ. യേശുവിന് വേണ്ടിയുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെ ആഴം എത്രമാത്രം! ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഹ്യൂമനൈസേഷൻ. ദൈവമായിരുന്നിട്ടും മനുഷ്യത്വം ജീവിത ശൈലിയാക്കി മാറ്റിയ യേശുവാണ് നമ്മുടെ മാതൃക. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇനിയും മരവിച്ച മനുഷ്യത്വമാണോ പ്രതിഫലിക്കുന്നത്? ചട്ടക്കൂടുകൾക്ക് അതീതമായി ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാനുഷിക ഭാവങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ആരൊക്കെ ആയിത്തീർന്നാലും ഉള്ളിൽ യേശു എന്ന പ്രകാശ നക്ഷത്രം ഉദിക്കുന്നില്ലെങ്കിൽ സന്യാസ ജീവിതത്തിന് എന്തർത്ഥം? അതെ, ക്രിസ്തു എന്നിൽ ജനിക്കാൻ, ക്രിസ്മസ് എൻ്റെ ജീവിതാനുഭവമായി മാറാൻ നമ്മുടെ അകത്തളങ്ങൾ നമുക്ക് തുറന്നു കൊടുക്കാം. ആ ദൈവിക സാന്നിധ്യം സ്നേഹമായി, സമാധാനമായി മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. അതിന് പരിശുദ്ധ അമ്മയെ പോലെ കൃപ നിറഞ്ഞവരായി, സന്മനസ്സുള്ളവരായി നമുക്ക് മാറാം. രക്ഷകന്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം.